ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൽഫിൻ ലല്ലു വ്ളോഗ്സ്. ഇന്ന് എൻ്റെ കൂടെ അല്ലുണ്ട് ലല്ലുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സൈക്കിൾസിനെ കുറിച്ചൊക്കെ പറയുകയെന്നാണ്. നമുക്ക് തുടങ്ങാം. ആണ് ഗൈസ് ലല്ലുവിൻ്റെ സൈക്കിള്, ഇതെൻ്റെ സൈക്കിൾ, ഇത് അല്ലുവിൻ്റെ സൈക്കിൾ, ഇതെൻ്റെ ലേബർ ചേട്ടൻ തന്ന സൈക്കിൾ. ആ ചേട്ടൻ ഇപ്പോൾ കോളേജ് ആയി, അതുകൊണ്ട് എനിക്ക് തന്നു. സോ ഇനി ലല്ലുവിൻ്റെ സൈക്കിളിൽ നിന്ന് തുടങ്ങാം. ലല്ലുവിൻ്റെ സൈക്കിൾ എന്ന് പറഞ്ഞാൽ തണ്ടർ ബേർഡ് എന്നാണ്. സൂപ്പർ ബൈക്ക്, ബാസ്ക്കറ്റ് ഉണ്ട്, ബെല്ല് വരുന്നുണ്ട്. ബെല്ല് ലൈക്ക് നമ്മൾ ഈ സൈക്കിള് വാങ്ങിച്ചപ്പോൾ കിട്ടിയതാണ്. പിന്നെ ഈ ലൈറ്റ് ഉണ്ട്, അത് ഞങ്ങൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്തതാണ് കേട്ടോ ഗൈസ്. ഒറ്റ ഇതേ ഉള്ളൂ, ഒറ്റ മോഡുള്ളൂ, അത് ലോ ബീമാണ്. പിന്നെ എൻ്റെ ബ്രേക്കൊന്ന് മാറിയായിരുന്നു, കാരണം എവിടെ ഇവിടെ കൊണ്ട് ഇടിച്ചാന്നൊന്നുമില്ലടാ. അല്ല അതിൻ്റെ മറ്റേ ഏതോ ബ്രേക്ക് ഊരിപ്പോയി. ബ്രേക്ക് അങ്ങ് ഊരിപ്പോയി, ഈ സാധനം അങ്ങ് ഊരിപ്പോയി. പിന്നെ ഡിസ്ക് അല്ല, റബ്ബർ പോലത്തെ ഒരു സംഭവം, ഇത് ഡിസ്ക് അല്ല. അതുകൊണ്ട് ഈ സാധനം ഊരി വന്നപ്പോൾ ബ്രേക്കൊക്കെ കിട്ടാമായിരുന്നു. സോ അത് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. പിന്നെ ഈ കമ്പി, ഇതുപോലത്തെ ഒരു കമ്പി മാറ്റിയിട്ടുള്ളൂ ഗൈസ്. ഞാൻ അല്ലുവിൻ്റെ സൈക്കിളിലോട്ട് വരാം. അപ്പം അല്ലു പറയുന്നതാണ് അവൻ്റെ സൈക്കിളിനെ കുറിച്ച്. ഇത് ട്രൈഡക്സ് ആട്ടോ ഗൈസ്. നമ്മൾ നിക് നെയിം ഇട്ടിട്ടുണ്ട്, റൈഡ് ഓഫ് എന്ന് പറഞ്ഞേ. ആദ്യം ഇവൻ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന ബ്ലൂ വെൽഫ് എന്ന് പറഞ്ഞിട്ടാട്ടോ ഓർത്തിരിക്കുന്നത്. പക്ഷെ പിന്നെ ഞങ്ങൾ പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു വെറൈറ്റി നെയിം ആകെ, പിന്നെ ഓൾറെഡി അതിൻ്റെ അകത്ത് ഉണ്ടല്ലോ എന്ന്. പിന്നെ ലൈറ്റ് ഉണ്ട്, ലൈറ്റ് എക്സ്ട്രാ ഫിറ്റ് ആണ്. ഇത് രണ്ടാമത്തെ ലൈറ്റ്. ഇതിനകത്ത് 4 മോഡുകളുണ്ട്. ഇത് ഹൈ ബീം, ലോ ബീം, സ്കൂൾ ബസ് ലൈറ്റ്, അങ്ങനെ പേരിട്ടതാട്ടോ. പിന്നെ ഇൻഡിക്കേറ്റർ. ഇത് പിന്നെ മൂന്നാമത്തെ ഓൾഡ് ബെല്ല് കേട്ടോ. 2 വീലറാണ്. ലല്ലുവിൻ്റെ 4 വീലാട്ടോ ഗൈസ്. 2, 3, 4. പിന്നെ ഒരു ഡ്രാഗൺ ഉണ്ട്, ചൈനീസ് ന്യൂ ഇയറിന് കിട്ടിയത്. പിന്നെ ഡിസ്ക് ബ്രേക്ക് അല്ല, ലല്ലുവിൻ്റെ പോലത്തെ റബ്ബറാണ്. പിന്നെ ഇത് ചെറിയ ലൈറ്റ് ടീമിൽ പോയി ബാറ്ററി ഇല്ലാട്ടോ, ബാറ്ററി ഇല്ല പോയി. ഇതിനകത്ത് ഇത്രേ ഉള്ളൂ. പിന്നെ ഇനി എൻ്റെ സൈക്കിളോട്ട് വരുവാണെങ്കിൽ ഗിയർ സൈക്കിളാണ്, ഷിമാനോ ആട്ടോ ഗൈസ്. ഇനി ഇതിൻ്റെ അകത്ത് പറയുകയാണെങ്കിൽ എന്താ റെയ്ഡാട്ടോ ഗൈസ്, കമ്പനി റെയ്ഡാണ്. ഒരു ലോക്കുണ്ട്, എൻ്റെ കീ ആട്ടോ ഗൈസ്. പിന്നെ ആക്ച്വലി എൻ്റെ ഇതില്ലേ ഗിയർ ആക്ച്വലി ഷിമാനോൻ്റെ അല്ലായിരുന്നു, ഇതായിരുന്നു ഗൈസ് എൻ്റെ ഗിയർ. ഞാൻ തരാം. A2 എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഞങ്ങളുടെ ഗിയർ ആയിരുന്നു. ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഗൈസ്, എന്നായിരുന്നു, എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു പ്രാവശ്യം, എന്തുവാ എൻ്റെ ഇവിടെ കളിക്കാനായിട്ട്. ആ സമയത്ത് ഇവൻ വന്നിട്ട് ഇവിടെ സൈക്കിളിൽ ഇരുന്ന് പരുങ്ങുന്നുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് പറഞ്ഞു, അവൻ ഗിയറയിലൊക്കെ തൊട്ട് കളിക്കുന്നത്. ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഗിയറയിലൊന്നും കളിക്കല്ല്, ഓടുന്ന സമയത്ത് മാറ്റാൻ പാടുള്ളൂ എന്ന്. അപ്പം ആ സമയത്ത് അമ്മ വന്ന് പറയുന്നത് എന്തെങ്കിലും സാധനം വാങ്ങി വരാൻ. ആ സമയത്ത് ഞാൻ പോയപ്പം ഇവനിങ്ങനെ മാറ്റി കളിച്ചു. പക്ഷെ ഇത് ലാസ്റ്റിലായിരുന്നു കേട്ടോ, ഞാൻ അറിഞ്ഞില്ല. പിറ്റേ ദിവസം ഞാൻ എടുത്തപ്പോഴാണ് ഞാൻ 3 ഇട്ടാണ് ഓടിക്കാറ് ഗിയർ. സോ ആ സമയത്ത് ഭയങ്കര ഹാർഡാണ്. സോ ഞാൻ നല്ല സ്പീഡ് എടുക്കാറ്. സോ ആ നല്ല സ്പീഡിൽ എത്തിയപ്പോൾ അവിടെ സ്റ്റെയർ കേസിൽ കയറി ഒറ്റയിട്ട് ഞാൻ വീഴുകയും ചെയ്തു. സോ ആ സമയത്ത് ഗിയറിന് എന്തോ പറ്റിയായിരുന്നു. സോ ആ സമയത്ത് എനിക്ക് പറ്റിയെന്ന് വെച്ചാൽ തട്ടിയിട്ടൊക്കെ അകത്ത് കയറിയിരുന്നു. പക്ഷെ ഞങ്ങളത് അവസാനം നോർമൽ എങ്ങനെയായിരുന്നു അത് റെഡി ആക്കി വെച്ചതാണ്. പിന്നെ ഞാനും അല്ലുവും കൂടെ ഒരു ദിവസം സൈക്കിൾ ഔട്ടാണ്. ആ സമയത്ത് വളച്ചപ്പം വീണ്ടും ഇങ്ങനെ ഇടയ്ക്ക് കയറി. പിന്നെ ഞങ്ങൾ വീണ്ടും സെയിം ശരിയാക്കി. സോ 3rd ടൈം ഇങ്ങനെ ആയപ്പോഴത്തേക്കും ഒന്നും ആകാൻ പറ്റില്ല, കടകടാന്ന് അടിക്കാൻ തുടങ്ങി, ഒന്നും കിട്ടില്ല. സോ പിന്നെ അങ്ങനെ കുറേ പ്രാവശ്യം അത് ഇങ്ങനെ എന്താ പ്രിപ്പയർ ചെയ്യാതെ ഇവിടെ കിടന്നു. എന്നിട്ട് ഇതിൻ്റെ അവസാനം കുറേ ടയർ ഊരി വന്നു, ബ്രേക്ക് ഇല്ലാതെ എല്ലാം ആയി. ബാക്ക് മൊത്തം പോയെന്ന് പറയാം. പിന്നെ ഇത് ഡിസ്ക് ബ്രേക്ക് ആട്ടോ ഗൈസ്. ഇത് ഡിസ്ക് ബ്രേക്കാണ്. ഇതിൻ്റെ അകത്ത് ബാക്ക് ബ്രേക്ക് ഇത്തിരി കുറവാണ്. അത് ഇൻ കേസ് ഇവനെ ലല്ലുവിൻ്റെ വണ്ടിയാണെങ്കിലും അല്ലുവിൻ്റെ വണ്ടിയാണെങ്കിലും ഈ വണ്ടിയാണെങ്കിലും മീൻസ് വണ്ടിയുടെ സൈക്കിൾ എല്ലാം ബ്രേക്ക് കുറവാണ്. ബാക്ക് ബ്രേക്ക് കുറവാണ്. പിന്നെ ഫ്രണ്ട് ബ്രേക്ക് നല്ലതായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഡെക്കറേഷന് വേണ്ടി അല്ലുവിൻ്റെ സൈക്കിളെ കണ്ട പോലെ ചൈനീസ് ന്യൂ ഇയറിൻ്റെ ഒരു ഡ്രാഗൺ കിടപ്പുണ്ട്.
പിന്നെ ഇതാട്ടോ ഗിയർ സിസ്റ്റം ഉണ്ടോ. ഇതാണ് എൻ്റെ ഇവിടെ അടിയിലാട്ടോ വരുന്നത്. നോർമലായിട്ട് സൈക്കിളിൻ്റെ മുകളിലാണ് വരുന്നത്. ഇത് അടിയിലാട്ടോ ഗൈസ് വന്നേക്കുന്നത്. പിന്നെ ഗൈസ് ഇത് ഒരു സ്പോർട്സ് സൈക്കിളാണ്. സ്പോർട്സും ഓഫ് റോഡെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഹൈബ്രിഡ് വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. അതിലുള്ള ഒരു വലിയ ടയറാണ്. ചെറിയ അധികം തിക്കല്ല, ഇത്തിരി തിന്ന, അത്രയേ ഉള്ളൂ. നല്ല സ്മൂത്താണ് ഗൈസ്. എവിടെ വേണമെങ്കിലും ലൈറ്റ് വെയിറ്റ് ആണ്. എവിടെ വേണമെങ്കിലും കൊണ്ട് നടക്കാൻ ഈസിയാണ് ഗൈസ്. പിന്നെ എനിക്കൊരു ലൈറ്റ് ഉണ്ടായിരുന്നു. അതാണെങ്കിൽ പിന്നെ ഒരു ഹോൺ, ലൈറ്റ് പ്ലസ് ഹോണായിരുന്നു. അത് എൻ്റെ അനിയത്തിയെടുത്ത് കളഞ്ഞു. പിന്നെ ആ പാട് പിന്നെ ഉള്ളത് റിഫ്ലക്ടറായിരുന്നു. അത് വാങ്ങിച്ചപ്പോൾ തന്നെ കിട്ടിയത് റിഫ്ലക്ടർ. പിന്നെ ഫ്രണ്ടിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ വന്നിട്ട് ഞങ്ങൾ അവിടെ കൊണ്ടുപോയിട്ടു. ആ സമയത്ത് ഞങ്ങളൊന്നും മൈൻഡാക്കാതെ ഫുട്ബോളെല്ലാം കളിച്ചു. ഒരു ദിവസം ഹാർഡ് ബോൾ വെച്ച് കളിച്ചപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ കയറിപ്പോയിട്ട് റിഫ്ലക്ടറിലൊക്കെ തട്ട് കെട്ടി. അങ്ങനെ ഇവൻ്റെ റിഫ്ലക്ടറും പോയി. അതുകൊണ്ട് എക്സ്ട്രാ ലൈറ്റ് വെച്ചേ. അതെൻ്റെ ആദ്യത്തെ ലൈറ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ല ഒരു ഹോൺ പ്ലസ് എന്താ ലൈറ്റ്, അതായിരുന്നു എൻ്റെ ആദ്യത്തെ ലൈറ്റ്. എനിക്ക് പിന്നെ ഒരു ലൈറ്റ് കൂടെ വാങ്ങണം ഗൈസ്. ഈ അടുത്തത് നമുക്ക് റാലി എന്ന് പറഞ്ഞ സൈക്കിളുണ്ട്. എൻ്റെ കസിൻ്റെ നിന്ന് സീറ്റൊക്കെ പഴയതാണ് ഗൈസ്. കുറേ വർഷങ്ങൾ പഴയതാണ്. അതുകൊണ്ട് ഇതെൻ്റെ ഞാൻ പറഞ്ഞ കസിൻ ചേട്ടൻ തന്നാ ചേട്ടൻ്റെ സൈക്കിളാണിത്. അതുകൊണ്ട് കുറേ വർഷമായിട്ട് ഗൈസ് ഇപ്പോൾ സീറ്റൊക്കെ കയറിയിരിക്കുന്നുണ്ട്. പിന്നെ ഇത് ഓഫ് റോഡിങ്ങിന് ബെസ്റ്റാട്ടോ ഗൈസ്. പിന്നെ ഇതിന് ഫ്രണ്ട് ബ്രേക്കിങ് കുറവാണ്, ബാക്ക് ബ്രേക്കിങ് കുറവാണ്. പിന്നെ ഈ ഫ്രണ്ട് ഗിയറിന് കുറച്ച് കംപ്ലൈൻ്റ് ഉണ്ട്. പിന്നെ സ്റ്റാൻഡില്ല. പക്ഷേ സെയിം വണ്ടിയാണ്. ഇതിൻ്റെ പേര് റാലി എന്നാണ്. ഇതിനാണെങ്കിൽ ഓഫ് റോഡ് എന്ന് പറയാൻ ഗൈസ്. നല്ലതായിട്ട് ഓഫ് റോഡിങ് പോകും. പക്ഷേ ഭയങ്കര ഹാർഡ് ഓടിക്കാൻ. ആസ് കമ്പയറിങ് ടു ദിസ് സൈക്കിൾസ് ഇറ്റ്സ് വെരി ഹാർഡ് ടു ഡ്രൈവ്. സീരിയസ്ലി ഞാൻ പറയാം കേട്ടോ. പക്ഷേ അവനെ ഇടയ്ക്കൊക്കെ ഉപയോഗിക്കാറുള്ളൂ. അന്നൊക്കെ എൻ്റെ ഈ സൈക്കിള് ഞാൻ പറഞ്ഞില്ല ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇതായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ കുറച്ച് യൂസ്ഡ് ആയി. പിന്നെ ഇത്രയുള്ള ഈ വണ്ടിയിൽ പറയുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് സ്കൂട്ടേഴ്സ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ലൈക്ക് ഇവൻ്റെ ഈ സൈക്കിള് കുറച്ച് മാസങ്ങളായിട്ട് എടുക്കാതിരുന്നു. ഇവൻ്റെ കൈ ഒടിഞ്ഞിരുന്ന സമയത്ത്. ആ സമയത്ത് പഞ്ചറൊക്കെ ആയിരുന്നു. ആ സമയത്തൊക്കെ ഇവൻ എൻ്റെ സ്കൂട്ടറായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഉപയോഗിച്ച് കുറേ ഞങ്ങൾ മൊത്തം അതായിരുന്നു അതിൻ്റെ ഊപ്പാനൊക്കെ എടുക്കിച്ച് ഇതൊക്കെ സംഭവം. ഞങ്ങൾക്ക് സ്കൂട്ടേഴ്സ് ഉണ്ടായിരുന്നു. എനിക്കുണ്ടായിരുന്നു, ഇവനുണ്ടായിരുന്നു, ലല്ലുവിനുണ്ടായിരുന്നു. എനിക്കൊരു വലുതുണ്ടായിരുന്നു, അല്ലുവിനൊരു ചെറുതായിരുന്നു 3 വീലർ, എൻ്റെ 2 വീലർ. ലല്ലുവിൻ്റെ ഒരു യെല്ലോ ആൻഡ് റെഡ്. സോ അത് സ്റ്റിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. ഇവൻ്റെ കാണുന്നില്ല, ആരും എടുത്തുകൊണ്ട് ഇവൻ നാട്ടിൽ പോയപ്പോൾ. അത് ഇവൻ പുറത്ത് വെച്ചിട്ടാണ് പോയെ. ഞാനല്ല അകത്ത്. എൻ്റെ സ്കൂട്ടർ സ്റ്റിൽ ഇരിപ്പുണ്ട്. പക്ഷേ കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുക. കാരണം എനിക്കറിയത്തില്ല, ഞങ്ങൾ കുറേ അത് ഓടിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചില സമയത്ത് എൻ്റെ സൈക്കിളൊക്കെ ഇല്ലാത്ത സമയത്ത് മീൻസ് ഇത് ബ്രേക്ക് ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഞാൻ അതൊക്കെ കുറേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇവൻ്റെ സൈക്കിൾ ഒരു പ്രാവശ്യം ബ്രേക്ക് ഡൗൺ ആയി. എന്തായിരുന്നു അത് പറയാൻ പോയി. ഇവൻ്റെ പ്രാവശ്യം കൈ ഒടിഞ്ഞിരുന്നു ഗൈസ്. ആ സമയത്ത് ഞാൻ കുറേ നാൾ എടുക്കാതിരുന്നു. സോ ആ സമയത്ത് ടയറെല്ലാം പഞ്ചറായിട്ട് ആ ട്യൂബ് മാറ്റി. അത് മാറ്റിയെടുക്കാനായിട്ട് അവൻ കുറേ സമയം എടുത്തു. അതുവരെ അവൻ എൻ്റെ സൈക്കിളല്ല സ്കൂട്ടർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. സോ അങ്ങനെ ഞങ്ങൾ കുറേ ഓടിച്ച് അതിൻ്റെ എക്സ്ചേഞ്ച് ചെയ്തൊക്കെ ഓടിച്ച് ഇപ്പം ഇതില്ല. മീൻസ് അതിൻ്റെ സ്ക്രൂവും നട്ടും എല്ലാം പോയി. അതേ ഉള്ളൂ. അപ്പോൾ ഇത്രയുള്ള കേസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.